14 വർഷം മുൻപ് വിറ്റ തന്റെ ജീപ്പ് തപ്പി നടക്കുകയാണ് ചെറുപുഴ സ്വദേശിയായ മാത്യു വട്ടക്കുന്നേൽ എന്ന വയോധികൻ. 2011 മാത്യു തന്റെ ജീപ്പ് ആലക്കോട് സ്വദേശിക്ക് വിറ്റത്. RC ഉൾപ്പെടെ എല്ലാ രേഖകളും കൈമാറുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ മാസം മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നികുതി കുടിശ്ശിക അടക്കണമെന്ന് കാണിച്ച നോട്ടീസ് വന്നപ്പോഴാണ് താൻ വിറ്റ ജീപ്പിന്റെ RC ഇതുവരെയായും വാങ്ങിയ ആളുടെ പേരിലേക്ക് മാറ്റിയിട്ടില്ലെന്ന് മാത്യു അറിയുന്നത്. 2011 മാത്യു വട്ടക്കുന്നേൽ തന്റെ KL 13C 5444 നമ്പർ 540 ജീപ്പ് ആലക്കോട് സ്വദേശിക്ക് വിറ്റത്. അപ്പോൾ തന്നെ RC ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും കൈമാറുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ മാസം മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നികുതി കുടിശ്ശിക അടക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് വന്നു. അപ്പോഴാണ് താൻ വിറ്റ ജീപ്പിന്റെ RC ഇതുവരെയായും വാങ്ങിയ ആളുടെ പേരിലേക്ക് മാറ്റിയിട്ടില്ലെന്നും ഇപ്പോഴും തന്റെ പേരിൽ തന്നെയാണെന്നും മാത്യു അറിയുന്നത്. 2011 ജനുവരി മുതലുള്ള നികുതിയായ 46,080 രൂപ നോട്ടീസ് കൈപ്പറ്റി 7 ദിവസത്തിനുള്ളിൽ അടയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം. തുക അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസിൽ പറയുന്നത്. തുടർന്ന് മാത്യു താൻ ജീപ്പ് വിറ്റ ആളെ കണ്ടെത്താൻ ചെറുപുഴ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തളിപ്പറമ്പിൽ വണ്ടിക്ക് പോയപ്പോൾ ഞാൻ പല പ്രാവശ്യം ആലക്കോട് ടൗണിൽ നിന്ന് ഈ വണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വണ്ടിയെ പറ്റി സംസാരിക്കാനോ എടുക്കാനോ ഒന്നും നിന്നില്ല. വണ്ടി വിറ്റത് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ടാക്സിന്റെ നോട്ടീസ് വീട്ടിൽ വന്നപ്പോഴാണ് വണ്ടി അവരുടെ പേരിലേക്ക് ആക്കിയില്ല എന്നറിയുന്നത്. പിന്നീട് പല അന്വേഷണങ്ങളും നടത്തിയെങ്കിലും യാതൊരു പ്രയോജനം കിട്ടിയിട്ടില്ല. അവരെ ആരാന്നും അറിയത്തില്ല. 14 കൊല്ലം മുമ്പേ സംഭവിച്ച ഒരു സംഭവമായതുകൊണ്ട് ആളെ അറിയാൻ പറ്റാതെ വന്നു. പിന്നീട് ഞങ്ങൾ ആലക്കോട് പോയി പല സ്ഥലങ്ങളിൽ തിരക്കിയെങ്കിലും അത് പ്രയോജനം ചെയ്തില്ല. ആലക്കോട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അപ്പോൾ അവിടുത്തെ CI പറഞ്ഞു, ഇവിടെയല്ല വരേണ്ടത്, ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. അവിടുന്ന് വന്ന് ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. SI പറഞ്ഞു, നാനാഭാഗത്തേക്കും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിടും, ഇതിനെപ്പറ്റി അന്വേഷിച്ച് വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞു. പോരുകയും ചെയ്തു. പിന്നീട് പേപ്പറിൽ കൊടുത്തു, CCTVയിൽ കൊടുത്തു. പിന്നീട് യാതൊരു അഡ്രസ്സും ഇതിനെപ്പറ്റി കിട്ടിയിട്ടില്ല. തന്റെ ജീപ്പ് വാങ്ങിയ ആളെയോ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മാത്യു വട്ടക്കുന്നേൽ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.